ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. 2017 ഒരു ആൾട്ടോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ 2017 മുതൽ 2025 വരെ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ആൾട്ടോ 800. അത് 8 വർഷത്തോളം നമ്മൾ ഉപയോഗിച്ച ഒരു വണ്ടിയാണ്. ഈ 2025 സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഒരുപാട് ലഭിക്കുന്നുണ്ട് ആൾട്ടോ 800. നമുക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഈ 2025 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ, ഇതിൻ്റെ ഒരു ഫുള്ള് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ആൾട്ടോ K10 1000 cc ആണ്. 800 cc ഇന്ത്യയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടാണുള്ളത്. അപ്പം വിപണിയിൽ നമുക്ക് ഒരുപാട് ആൾട്ടോ 800 സെക്കൻഡ് ഹാൻഡ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് എടുത്തു കഴിഞ്ഞാൽ വെറുത്താണോ, ഇതിൻ്റെ പോരായ്മകളും അതുപോലെ നെഗറ്റീവും പോസിറ്റീവും ആണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, 2025 ആൾട്ടോ K10 എന്നൊരു വാഹനമാണ് വിപണിയിലുള്ള. ആൾട്ടോ 800 ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു വാഹനം വാങ്ങണമെങ്കിൽ 5 lakh മുതൽ 6 lakh മുകളിലാണ് ഈ വാഹനത്തിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പം നേരെ മറിച്ച് നിങ്ങൾക്കൊരു സാധാരണപ്പെട്ട ഒരു ഫാമിലി ആണെങ്കിൽ, നിങ്ങൾക്കൊരു കാർ എന്നൊരു മോഹം ഉണ്ടെങ്കിൽ ആൾട്ടോ 800 സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു 2 lakhs അതുപോലെ 3 lakhs കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ടി, കണ്ടീഷൻ വണ്ടി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ 8 വർഷത്തോളം ഉപയോഗിച്ചിട്ട് ഈ വണ്ടിക്ക് പ്രത്യേകിച്ചിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ആൾട്ടോ 800. ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് 1000 cc, ആൾട്ടോ K10 1000 cc അതുപോലെ 2 എയർ ബാഗും ഉണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇതുമായി മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു ചെറിയൊരു ഫാമിലിയാണ്, ഒരു വാഹനം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ ആൾട്ടോ 800 എടുക്കാവുന്നതാണ്. പുതിയത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പലിശ വരും ആ വാഹനത്തിന്. അതുപോലെ നമ്മൾ ഒരുപാട് പുതിയ മോഡൽ മാറി മാറി വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഈ വാഹനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫുള്ള് വ്യൂ ആണ്. വാഹനം എടുക്കുമ്പം അതിന് ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് സൈഡ്, അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞ് ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് പോളിഷൊക്കെ ചെയ്തിരുന്നു. പെയിൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്നാലും 8 വർഷമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ വാഹനത്തിൽ. ഓയിൽ ചേഞ്ചും കാര്യങ്ങളല്ലാണ്ട്, പിന്നെ കൂടുതൽ ടയർ ബേസിക്കായി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതല്ലാണ്ട് മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായി വന്നിട്ടില്ല. ഇപ്പോഴും ഗുഡ് കണ്ടീഷനാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുന്ന വാഹനത്തിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ടാവും സ്റ്റിയറിങ്ങിലും. അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 cc 800 cc ആയതുകൊണ്ട് നമുക്ക് AC ഇട്ട് കഴിഞ്ഞെങ്കിൽ വാഹനം കയറ്റങ്ങളോ ചെറിയ ഒന്നും വലിക്കില്ല. വാഹനത്തിനൊരു പുള്ളിങ് ഉണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. നേരെ കുറച്ച് ഇപ്പം വരുന്ന ആൾട്ടോ K10 1000 cc ആയതുകൊണ്ട് തന്നെ AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പവർ ഉണ്ടാകുന്നു വാഹനത്തിന്. ഇതാണ് ഇൻറ്റീരിയൽ വാഹനത്തിൻ്റെ വരുന്നത്. നമ്മളിതൊക്കെ ഷോറൂമിൽ തന്നെ ചെയ്യിപ്പിച്ചതാണ്. സ്റ്റിയറിങ്ങിൻ്റെ പിന്നെ സീറ്റ് കവറൊക്കെ, അതായത് ഫുൾ ഓപ്ഷൻ വാഹനമാണ് എടുക്കുമ്പോൾ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.